നമസ്കാരം. മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ സൗഹാർദ്ദം പുലർത്താനും കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുവാനും സാധിക്കും. ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകുന്നത് പുരോഗതി നൽകും. പ്രവർത്തനങ്ങളിൽ സ്ഥിരോത്സാഹം പുലർത്തുന്നത് വൻ നേട്ടങ്ങൾക്ക് കാരണമാകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുന്നത് ഭാവിയിലേക്ക് ഗുണം ചെയ്യും. വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് തീരുമാനങ്ങൾ കൂടുതൽ കൃത്യമാക്കാൻ സഹായിക്കും. തൊഴിൽപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പുരോഗതി നൽകും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സൃഷ്ടിപരമായ ആശയങ്ങളും പുതിയ പദ്ധതികളും നടപ്പിലാക്കാൻ അനുയോജ്യമായ സമയമാണ്. തൊഴിൽപരമായ കാര്യങ്ങളിൽ നല്ല മുന്നേറ്റം ദൃശ്യമാകും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നോ പരിശ്രമങ്ങളിൽ നിന്നോ അനുകൂല ഫലങ്ങൾ ലഭിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. നിശ്ചയദാർഢ്യത്തോടെയും അച്ചടക്കത്തോടെയും കാര്യങ്ങൾ സമീപിക്കുന്നത് വേഗത നൽകും. സഹിഷ്ണുതയോടെയുള്ള പ്രവർത്തനം വിജയം തരും. അപ്രതീക്ഷിത ധനലാഭത്തിനും സാമ്പത്തിക വർധനവിനും സാധ്യത കാണുന്നു. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. മനസ്സിന് പ്രചോദനം നൽകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ഉന്മേഷം കൂട്ടും. വ്യക്തമായ ആസൂത്രണത്തിലൂടെ കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ചെലവുകൾ നിയന്ത്രിക്കുന്നതും സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതും ആശ്വാസം നൽകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കർമ്മരംഗത്ത് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാഹചര്യമൊരുങ്ങും. തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറാനുള്ള നിശ്ചയദാർഢ്യം ഉണ്ടാകും. തൊഴിൽപരമായ വളർച്ചയ്ക്ക് മികച്ച പ്രവർത്തന രീതികൾ തിരഞ്ഞെടുക്കുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നത് ഗുണം ചെയ്യും. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പൊതുരംഗത്ത് അംഗീകാരം ലഭിക്കാനും സാമ്പത്തിക ഉയർച്ച അനുഭവപ്പെടുവാനും ഇടയുണ്ട്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. രഹസ്യ ശത്രുക്കളിൽ നിന്നും എതിർപ്പുകളിൽ നിന്നും ജാഗ്രത പാലിക്കേണ്ട ദിവസമാണ്. വിവേകത്തോടെയുള്ള പെരുമാറ്റം ശത്രുദോഷങ്ങൾ അതിജീവിക്കാൻ സഹായിക്കും. പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമത കൈവരിക്കുവാനും നിർണായക തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. വൈകാരിക തീരുമാനങ്ങൾ ഒഴിവാക്കുന്നത് അനാവശ്യ സങ്കീർണതകൾ തടയും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശരിയായ ജീവിതശൈലി പിന്തുടരുന്നതും ശരീരത്തിന് നല്ല ഉന്മേഷം തരും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ചിന്തകളെ കുറച്ചുകൂടി ആഴത്തിലുള്ളതാക്കാനും രഹസ്യ സ്വഭാവമുള്ള വിഷയങ്ങളിൽ താൽപര്യം വർദ്ധിക്കുവാനും ഇടയാക്കും. ധനകാര്യ മാനേജ്മെന്റിലും നിക്ഷേപങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഔദ്യോഗിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്കും പുരോഗതിക്കും കാരണമാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും തൊഴിലിൽ ആധിപത്യം ഉറപ്പിക്കുവാനും സാധിക്കും. മേലധികാരികളിൽ നിന്ന് മുതിർന്നവരിൽ നിന്നും പിന്തുണ ലഭിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. അപ്രതീക്ഷിതമായ ധനലാഭത്തിനും സാമ്പത്തിക വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പുതിയ വഴികൾ തെളിയും. വൈകാരികമായ എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കുക. സംസാരപ്രിയമായ തൊഴിൽ ചെയ്യുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.